തൃശൂർ വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 20 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി കീഴടങ്ങി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ധന്യ മോഹൻ കീഴടങ്ങിയത്. തട്ടിപ്പ് നടത്തി സ്വന്തമാക്കിയ പണം ധൂർത്തിനും ആർഭാട ജീവിതത്തിനും ഉപയോഗിച്ചെന്നും പോലീസ് കണ്ടെത്തി. ധന്യയെ കണ്ടെത്താൻ പോലീസ് ഊർജിത അന്വേഷണം നടത്തുന്നതിനിടെയായിരുന്നു കീഴടങ്ങൽ. കൊല്ലം നെല്ലിമുക്ക് സ്വദേശിയായ പ്രതി 6 മണിയോടെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. തുടർന്ന് പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വലപ്പാട് പോലീസിന് കൈമാറി. 3-അംഗ പോലീസ് സംഘം 24-ാം തീയതി മുതൽ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. തട്ടിപ്പിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതി തട്ടിക്കയറി. വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഡിജിറ്റൽ ലോണുകൾ അനുവദിച്ചായിരുന്നു 20 കോടിയുടെ തട്ടിപ്പ്. ഓഡിറ്റിലാണ് കോടികളുടെ തട്ടിപ്പ് വിവരം പുറത്തു വന്നത്. പണം കൈമാറിയ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ധന്യ നടത്തിയ ഓൺലൈൻ റമ്മി ഇടപാടിന്റെ വിവരങ്ങളും ആദായ നികുതി വകുപ്പിനോട് തേടിയിട്ടുണ്ട്. തട്ടിപ്പിന്റെ വിവരങ്ങൾ 5 വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വന്നത്. മണപ്പുറം കോൺടാക്ട് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ധന്യ മോഹനൻ. അന്വേഷണ സംഘത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യലാകും തട്ടിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ മനോജ് പിയലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.